മാലദ്വീപൊക്കെ പോലെ ഇന്ത്യയിൽ ബീച്ച് ഹോളിഡേ ലൈഫ് എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ അവർക്കുള്ളൊരു ബെസ്റ്റ് ഓപ്ഷനാണ് ലക്ഷദ്വീപ്. പക്ഷേ അവിടെ സന്ദർശിക്കുന്നതിനുള്ള പെർമിറ്റ് നടപടികളെക്കുറിച്ചും യാത്രാ ചെലവിനെക്കുറിച്ചുമൊക്കെ കൺഫ്യൂഷനായി ഒരുപാട് പേര് മാറി നിൽക്കുന്നുണ്ട്. അങ്ങനെ മാറി നിൽക്കുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. ലക്ഷദ്വീപിലേക്ക് ബഡ്ജറ്റ് ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ലക്ഷദ്വീപിനെ സ്നേഹിക്കുന്നവർക്കും ലക്ഷദ്വീപിനെ അടുത്തറിയാൻ ആഗ്രഹിക്കുന്നവർക്കും ശിവാസ് വ്ലോഗ്സിൻ്റെ ലക്ഷദ്വീപ് ട്രാവൽ സീരീസിൻ്റെ പാർട്ട് 1 സ്വാഗതം. ലക്ഷദ്വീപിൻ്റെ ടൂറിസ്റ്റ് സീസൺ സ്റ്റാർട്ട് ചെയ്യുന്നത് സെപ്റ്റംബർ മാസം പകുതിയോടെയാണ്. എൻ്റെ വിവാഹ വാർഷികവും ആ മാസം ആയതുകൊണ്ടാണ് ആ മാസം തന്നെ ഞങ്ങൾ ഈ യാത്രയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തത്. ലക്ഷദ്വീപ് എന്ന പേര് സൂചിപ്പിക്കുന്നത് ലക്ഷക്കണക്കിന് ദ്വീപുകൾ എന്നൊക്കെ ആണെങ്കിലും സത്യത്തിൽ ഇവിടെ 36ഓളം ചെറിയ ദ്വീപുകളാണുള്ളത്. അതിൽ തന്നെ 10ഓളം ദ്വീപുകളിൽ മാത്രമാണ് മനുഷ്യവാസമുള്ളത്. കവരത്തിയാണ് ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനം. 2021 കണക്കുകൾ അനുസരിച്ച് എല്ലാ ദ്വീപിലും കൂടി ആകെ ജനസംഖ്യ 65,000 മാത്രമാണെന്നാണ് പറയപ്പെടുന്നത്. ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങൾ ഇവിടെയുള്ള കടൽ തീരങ്ങളുടെ സൗന്ദര്യവും അതുപോലെ ഇവിടെ വന്നാൽ ചെയ്യാവുന്ന വാട്ടർ ആക്ടിവിറ്റീസുകളുമാണ്. പക്ഷേ പേഴ്സണലി എന്നോട് ചോദിക്കുകയാണെങ്കിൽ എന്നെ ഏറ്റവും കൂടുതൽ ഇവിടെ ആകർഷിച്ചത് ഇവിടുത്തെ മനുഷ്യരുടെ നിഷ്കളങ്കതയും അവർക്ക് നമ്മളോടുള്ള പെരുമാറ്റവുമാണ്. ലക്ഷദ്വീപിലേക്ക് നിങ്ങൾ ഒരു ബഡ്ജറ്റ് യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു 2-3 മാസം മുൻപെങ്കിലും ഇതിനുള്ള തീയതി നിശ്ചയിക്കുക എന്നുള്ളതാണ്. കാരണം അവിടേക്ക് യാത്ര ചെയ്യാൻ ആകെ 2 മാർഗ്ഗങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. ഒന്ന് ഷിപ്പും രണ്ടാമത്തത് ഫ്ലൈറ്റുമാണ്. ഇതിൽ തന്നെ ഫ്ലൈറ്റാണ് കൂടുതൽ കൺവീനിയൻറ്റ്. കാരണം ഷിപ്പ് ഏത് നിമിഷം വേണമെങ്കിലും കാലാവസ്ഥാ മാറ്റങ്ങൾക്കനുസരിച്ച് ക്യാൻസൽ ആയേക്കാം. ഫ്ലൈറ്റ് എടുക്കുകയാണെങ്കിൽ തന്നെ നേരത്തെ ബുക്ക് ചെയ്താൽ തന്നെയുള്ളൂ നമുക്ക് കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റ് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് യാത്രാ തീയതി നേരത്തെ തന്നെ നിശ്ചയിക്കണമെന്ന് ഞാൻ പറഞ്ഞത്. കോഴിക്കോട്, കൊച്ചി, ഗോവ, ബാംഗ്ലൂർ എന്നിവിടങ്ങളിൽ നിന്നൊക്കെ ലക്ഷദ്വീപിലേക്ക് ഫ്ലൈറ്റ് അവൈലബിൾ ആണ്. ഇതിൽ തന്നെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം നേരത്തെ ബുക്ക് ചെയ്താൽ ഗോവയിൽ നിന്നാണ് ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയി നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ നിശ്ചയിച്ചിരിക്കുന്ന തീയതിയിൽ നമ്മൾ വിചാരിക്കുന്നത് പോലെയുള്ള ഫെയറിൽ ടിക്കറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ലക്ഷദ്വീപിലേക്ക് പ്രവേശിക്കാനുള്ള പെർമിറ്റ് നടപടികളിലേക്കാണ് കടക്കേണ്ടത്. ഇതിൻ്റെ ആദ്യപടി എന്നോണം നമ്മൾക്ക് ഒരു പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമുണ്ട്. നമ്മൾ ക്രിമിനൽ പശ്ചാത്തലത്തിലുള്ള ആളല്ല എന്നുള്ളത് സാക്ഷ്യപ്പെടുത്തുന്ന നമ്മുടെ ലൊക്കാലിറ്റിയിലെ പോലീസ് നൽകുന്ന ഈ സർട്ടിഫിക്കറ്റിന് ഓൺലൈൻ വഴിയാണ് അപേക്ഷ നൽകേണ്ടത്. ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ ഉപയോഗിച്ചോ 700 രൂപ ഫീസ് അടച്ച് കേരള പോലീസിൻ്റെ തുണ വെബ്സൈറ്റ് വഴി നമുക്ക് PCCക്ക് അപ്ലൈ ചെയ്യാം. PCC അപ്രൂവ് ആകാൻ പരമാവധി 2 ആഴ്ചയൊക്കെ കാണിക്കുമെങ്കിലും എനിക്ക് വെറും 5 ദിവസത്തിനുള്ളിൽ തന്നെ അപ്രൂവായി ലഭിച്ചിട്ടുണ്ട്. ഈ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് വേണം ഇനി ലക്ഷദ്വീപ് എൻട്രി പെർമിറ്റിന് അപ്ലൈ ചെയ്യാൻ. ഒന്നുകിൽ ലക്ഷദ്വീപിൽ നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും നിങ്ങളെ അങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യണം. ആ രീതിയിൽ നിങ്ങൾക്ക് പെർമിറ്റ് എടുക്കാം. അല്ലെങ്കിൽ അതിലും നല്ലത് ഒരു നല്ലൊരു ട്രാവൽ ഏജൻസിയെ കണ്ടെത്തി അവരുടെ പാക്കേജ് എടുത്ത് ലക്ഷദ്വീപിലേക്ക് യാത്ര ചെയ്യുക എന്നുള്ളതാണ്. അതാവുമ്പോൾ ലക്ഷദ്വീപിൽ നമ്മൾക്ക് ചെയ്യേണ്ട വാട്ടർ ആക്ടിവിറ്റീസും നമ്മുടെ താമസവും മറ്റു കാര്യങ്ങളെല്ലാം അവർ നോക്കിക്കോളും. നമുക്ക് കുറച്ചുകൂടെ ടെൻഷൻ ഫ്രീ ആയിരിക്കും. അസ്ലം ആർസി ഹോളിഡേയ്സ് എന്ന് പറയുന്ന ഒരു ട്രാവൽ ഏജൻസി വഴിയാണ് ഞാൻ ലക്ഷദ്വീപിലേക്കുള്ള പെർമിറ്റും കാര്യങ്ങളൊക്കെ എടുത്തിരിക്കുന്നത്. അവർ പ്രൊവൈഡ് ചെയ്ത 24,000 രൂപയുടെ കപ്പിൾ പാക്കേജാണ് നമ്മൾ തിരഞ്ഞെടുത്തത്. ഇതിൽ ഫ്ലൈറ്റ് ചാർജ് ഇൻക്ലൂഡഡ് അല്ല എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. നമ്മുടെ യാത്ര സെപ്റ്റംബർ 11 ഉച്ചയ്ക്ക് 2:30 മണിക്ക് കോഴിക്കോട് നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ നമ്പർ 12617 മംഗള ലക്ഷദ്വീപ് ട്രെയിനിലാണ് ഗോവയ്ക്ക് തിരിച്ചത്. 12 മണിക്കൂർ ട്രെയിൻ യാത്രയാണ് കോഴിക്കോട് നിന്നും ഗോവ തിവീം റെയിൽവേ സ്റ്റേഷനിലേക്ക് ആകെ എടുക്കുക. അതിൽ തന്നെ ട്രെയിനിൽ ജോലി ആവശ്യങ്ങൾക്കായി ബോംബെയിലേക്ക് പോകുന്ന കുറച്ച് നല്ല ചേട്ടന്മാരെയാണ് ഞങ്ങൾക്ക് കൂട്ടായി കിട്ടിയത്. അതുകൊണ്ട് തന്നെ ആ 12 മണിക്കൂർ യാത്ര തീരെ ബോറിംഗ് ആയിരുന്നില്ല.
12-ാം തീയതി പുലർച്ചെ 3:30 മണിയോടെ ട്രെയിൻ തിവിം സ്റ്റേഷനിലെത്തി. ഇത് ട്രെയിൻ 1 മണിക്കൂർ ലേറ്റായ സമയമാണ് കേട്ടോ. അവിടെ നിന്നൊരു ടാക്സി എടുത്തിട്ട് വേണം ഗോവയിലെ മോപ്പ എയർപോർട്ട് എന്നറിയപ്പെടുന്ന മനോഹർ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് എത്തിച്ചേരാൻ. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എയർപോർട്ടിലേക്ക് ഏകദേശം 18 കിലോമീറ്റർ ദൂരമാണുള്ളത്. ടാക്സിക്കാണെങ്കിൽ 1100 രൂപയാണ് ഈ ദൂരത്തിനായി അവർ ചാർജ് ചെയ്യുന്നത്. അരമണിക്കൂർ യാത്ര കൊണ്ട് കൃത്യം 4 മണിയോടെ നമ്മൾ മോപ്പ എയർപോർട്ടിൽ എത്തിച്ചേരാം. ഗോവയിൽ ആകെ 2 എയർപോർട്ടുകളാണുള്ളത്. ഇതിൽ ഏറ്റവും പുതിയ എയർപോർട്ടാണ് മോപ്പ എയർപോർട്ട്. അത് നോർത്ത് ഗോവയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 2023 ജനുവരിയിലാണ് ഇത് പ്രവർത്തിച്ചു തുടങ്ങിയത്. ദീർഘദൂര ട്രെയിൻ യാത്ര കഴിഞ്ഞ് വരുന്നവർക്ക് എയർപോർട്ടിലെ സൗകര്യങ്ങൾ ഉപയോഗിച്ച് ഫ്രഷപ്പ് ആകാം. 5:30 മണിയോടെ ചെക്ക് ഇൻ നടപടികളൊക്കെ പൂർത്തിയാക്കിയാൽ എയർപോർട്ട് ലോഞ്ച് ആക്സസ് ഉപയോഗിച്ച് നമുക്ക് ആവശ്യാനുസരണം ഭക്ഷണം കഴിക്കുകയോ വിശ്രമിക്കുകയോ ചെയ്യാം. ലോഞ്ച് ആക്സസ് എടുക്കാൻ ആകെ നമുക്ക് വേണ്ടത് ഈ സൗകര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് മാത്രമാണ്. ആ കാർഡിൽ നിന്ന് ലോഞ്ച് ആക്സസ് ചെയ്യാൻ ആകെ 2 രൂപ മാത്രമാണ് ഡെബിറ്റ് ആവുക. ഈ ഒരു സൗകര്യം ഉള്ളത് എന്തുകൊണ്ടും നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. ഫ്ലൈറ്റ് ബോർഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോഞ്ചിലുള്ള സ്ക്രീനിൽ തന്നെ അതറിയാനും പറ്റും. അതുകൊണ്ട് തന്നെ ഇത്രയും സമയം നമുക്കവിടെ ധൈര്യത്തിൽ ഹാങ് ഔട്ട് ചെയ്യാം. ഫ്ലൈറ്റ് ബോർഡ് ചെയ്താൽ പിന്നെ നമ്മൾ നേരെ നമുക്ക് അലോട്ട് ചെയ്ത ഗേറ്റിലേക്കാണ് എത്തിച്ചേരേണ്ടത്. ഞങ്ങൾക്ക് 23-ാം നമ്പർ ഗേറ്റാണ് അലോട്ട് ചെയ്തിരുന്നത്. ഗോവയിൽ നിന്നും ലക്ഷദ്വീപ് അഗത്തിയിലേക്ക് പോകുന്ന ഫ്ലൈ 91 എയർലൈൻ കമ്പനിയുടെ IC5904 എന്ന ചെറിയ എയർക്രാഫ്റ്റിലാണ് നമ്മൾ ലക്ഷദ്വീപിലേക്ക് യാത്ര ചെയ്തത്. ബോർഡിംഗ് പൂർത്തിയാക്കി കൃത്യസമയത്ത് തന്നെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു. 1.25 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം 8:45ഓടെയാണ് ലക്ഷദ്വീപിൽ ലാൻഡിങ് പറഞ്ഞിരുന്നെങ്കിലും 8 മണിയോടെ താഴെ ദ്വീപ് കണ്ടു തുടങ്ങി. കടലിൻ്റെ ഇളം നീല വെള്ളം കൊണ്ട് വലയം ചെയ്തിരിക്കുന്ന ദ്വീപ് വലിയൊരു ലഗൂണിനകത്ത് പ്രൊട്ടക്റ്റഡായി നിൽക്കുന്ന ഈ ഒരു ആകാശ കാഴ്ച അതിമനോഹരം തന്നെയാണ്. 8:30 മണിയോടെ ഫ്ലൈറ്റ് ലക്ഷദ്വീപിലെ അഗത്തിയിൽ ലാൻഡ് ചെയ്തു. എയർപോർട്ട് അഗത്തിയിലായതുകൊണ്ട് തന്നെ ഇവിടുത്തെ മെയിൻ ടൂറിസം ഏറെക്കുറെ അഗത്തിയെ ചുറ്റിപ്പറ്റിയാണ് മുന്നോട്ട് പോകുന്നത്. എയർപോർട്ടിൽ ഇറങ്ങിയാൽ പിന്നെ ആകെ ബാക്കിയുള്ളൊരു നടപടി എന്ന് പറയുന്നത് നമുക്ക് അനുവദിച്ച് തന്നിട്ടുള്ള പെർമിറ്റിൽ എൻട്രി സീൽ ചെയ്യുക എന്നുള്ളതാണ്. എയർപോർട്ട് നടപടികളൊക്കെ പൂർത്തിയാക്കി 9 മണിയോടെ തന്നെ നമ്മൾ എയർപോർട്ടിന് പുറത്തെത്തി. എയർപോർട്ടിന് പുറത്ത് നമ്മുടെ ട്രാവൽ ഏജൻസി നമുക്ക് അറേഞ്ച് ചെയ്ത് തന്നിട്ടുള്ള നമ്മുടെ ഗൈഡ് റുഫ്സൽക്ക കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ യാത്രയിലുടനീളം ഇദ്ദേഹത്തിൻ്റെ ഹെൽപ്പ് നമുക്ക് വളരെയധികം ഉപകാരപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് നമ്മളെ കൂടാതെ മറ്റൊരു ഫാമിലിയെ കൂടി പിക്ക് ചെയ്യേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം എയർപോർട്ടിൽ തന്നെ നിന്നു. അദ്ദേഹത്തിൻ്റെ അനുജനാണ് നമ്മളെ റൂമിലോട്ട് കൊണ്ടുപോയത്. രണ്ട് ഭാഗവും കടലും വെള്ള മണൽത്തരികളും ധാരാളം തെങ്ങുകൾക്ക് ഇടയിലൂടെയുള്ള ഇവിടുത്തെ റോഡുകൾ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. അഗത്തി ഐലൻഡിൻ്റെ ആകെ ദൂരം 8 കിലോമീറ്റർ മാത്രമാണ്. ഒരറ്റത്ത് നിന്നും മറ്റേ അറ്റം വരെ ഒരു സ്കൂട്ടർ എടുത്ത് കറങ്ങാൻ വേണ്ടത് ഏറെക്കുറെ 15 മിനിറ്റ് മാത്രമാണ്. വെസ്റ്റേൺ ജെട്ടിക്കടുത്തുള്ള ബീച്ച് റോഡിലുള്ള ഒരു ഹോം സ്റ്റേ ആണ് ഇവർ നമുക്ക് വേണ്ടി അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നല്ല പീസ്ഫുൾ ആയിട്ടുള്ള അന്തരീക്ഷം ആയതുകൊണ്ട് തന്നെ ആർക്കും ഇത് ഇഷ്ടപ്പെടും. എയർപോർട്ടിൽ നിന്ന് ഇവിടേക്ക് ആകെ 10 മിനിറ്റ് യാത്ര മാത്രമാണ് ഉണ്ടായിരുന്നത്. അതുപോലെ എന്നെ ഇവിടെ ആകർഷിച്ച മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ലക്ഷദ്വീപിലെ എല്ലാ വീടുകളിലും അതുപോലെ വഴിയോരങ്ങളിലുമൊക്കെ ആളുകൾക്ക് ഇരിക്കാൻ പാകത്തിന് കുറേ ഇരിപ്പിടങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് വൈകുന്നേരങ്ങളിലും അതുപോലെ ഒഴിവു സമയങ്ങളിലൊക്കെ എല്ലാവർക്കും ഒത്തുചേർന്നിരുന്ന് സംസാരിക്കാനൊക്കെ വേണ്ടിയാണ് ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി വെച്ചതെന്ന് കേട്ടപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ അന്യം നിന്ന് പോയിട്ടുള്ള ഒരു സംസ്കാരം ഇവിടെ കാണാനാവുന്നത് എന്തുകൊണ്ടൊരു സന്തോഷം തരുന്നൊരു കാര്യമാണ്. റൂമിലെത്തി അല്പനേരത്തിന് ശേഷം ഞങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളുടെ റൂമിലേക്ക് കുറച്ച് അതിഥികൾ വന്നു. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ലക്ഷദ്വീപുകാരിയായിട്ടുള്ള മോസിനിയുടെ ഫാമിലി ഞങ്ങളെ കാണാൻ വേണ്ടി റൂമിലേക്ക് വന്നതാണ്. ഇളനീരും സ്നാക്സും എല്ലാം കൊണ്ടാണ് അവർ വന്നത്. മാത്രമല്ല പിറ്റേ ദിവസം അവരുടെ വീട്ടിലേക്ക് ഞങ്ങളെ സൽക്കാരത്തിന് ക്ഷണിക്കുകയും ചെയ്തു. പുറംനാട്ടിൽ നിന്നും സുഹൃത്തുക്കളോ പരിചയക്കാരോ ഒക്കെ ലക്ഷദ്വീപിൽ വന്നാൽ ഇവിടെയുള്ള ആൾക്കാരുടെ ഒരു സ്ഥിരം രീതിയാണ് പോലും ഇത്. എന്തായാലും ഇവരുടെ സ്നേഹവും നമ്മളോടുള്ള പരിഗണനയെല്ലാം നമ്മളെ വീണ്ടും വീണ്ടും അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. യാത്രാക്ഷീണം ഉള്ളതുകൊണ്ട് ഭക്ഷണശേഷം റൂമിൽ റെസ്റ്റ് എടുത്ത് വൈകുന്നേരമാണ് സ്ഥലങ്ങൾ കാണാൻ വേണ്ടി നമ്മൾ ഇറങ്ങുന്നത്. ഇതിനായിട്ട് ഒരു സ്കൂട്ടർ അവർ നമുക്ക് വേണ്ടി അറേഞ്ച് ചെയ്ത് തന്നു. ഇത് നമ്മുടെ പാക്കേജിൽ ഉൾപ്പെടുന്നതാണ് കേട്ടോ. വൈകുന്നേരം അഗത്തി ഒന്ന് ചുറ്റിക്കണ്ടു. കൂടെ ലക്ഷദ്വീപിൻ്റെ പഴമയെ കാണിക്കുന്ന ആർക്കിയോളജിക്കൽ മ്യൂസിയം വിസിറ്റ് ചെയ്തു. ചരിത്രാന്വേഷികൾക്ക് ഒരുപക്ഷെ ഇത് ഇഷ്ടപ്പെട്ടേക്കാം.
പിന്നീട് വാട്ടർ ആക്ടിവിറ്റീസിന് പേര് കേട്ടിട്ടുള്ള അന്താൻ ബീച്ച് വിസിറ്റ് ചെയ്തു. നമ്മുടെ നാളത്തെ വാട്ടർ ആക്ടിവിറ്റീസ് ആയിട്ടുള്ള കയാക്കിങ്, സ്നോർക്കലിങ്, ഗ്ലാസ് ബോട്ട് റൈഡ്, അതുപോലെ മെയിൻ അട്രാക്ഷൻ ആയിട്ടുള്ള സ്ക്യൂബ ഡൈവിംഗ് എല്ലാം ഇവിടെയാണ് ചെയ്യേണ്ടത്. അതുപോലെ നമ്മുടെ ലക്ഷദ്വീപ് യാത്രയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബീച്ച് കൂടിയാണ് അന്താൻ ബീച്ച്. ഈ സുന്ദരമായ കാഴ്ചകളെല്ലാം കണ്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ഇന്നത്തെ ഞങ്ങളുടെ ലക്ഷദ്വീപ് ഡേ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വാട്ടർ ആക്ടിവിറ്റീസ് ഉൾപ്പെടെയുള്ള നമ്മുടെ അടുത്ത എപ്പിസോഡ് ഉടൻ തന്നെ നമ്മുടെ ചാനലിൽ വരുന്നതാണ്. അപ്പോൾ എല്ലാവരുടെയും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കൂടെ വിമർശനങ്ങളും കമൻറ്റായി എഴുതി അറിയിക്കുന്ന വിശ്വാസത്തോടെ നിർത്തുന്നു. എല്ലാവർക്കും ശുഭദിനം.